വീണ വിജയനെ അടുത്ത ബുധനാഴ്ച ED ചോദ്യം ചെയ്യും. കഴിഞ്ഞ വെള്ളിയാഴ്ച ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ട് നോട്ടീസ് കൊടുത്തിരുന്നു. പക്ഷേ സുഖമില്ല എന്ന് പറഞ്ഞ് അവർ അവധി ചോദിച്ചു. അന്ന് ഹാജരാകാത്തതുകൊണ്ട് വീണ്ടും നോട്ടീസ് കൊടുത്തിരിക്കുകയാണ് അടുത്ത ബുധനാഴ്ചത്തേനും. കാരണം അവർക്കൊപ്പം മറ്റ് 8 പേർ കൂടെ നോട്ടീസ് നേരത്തെ കൊടുത്തിരുന്നു. ശശിധരൻ കർത്തായ്ക്കും ശശിധരൻ കർത്തായുടെ മകൻ ശരനും അവിടുത്തെ ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ KS സുരേഷ് കുമാർ, സീനിയർ മാനേജർ NC ചന്ദ്രശേഖരൻ ഇവരുൾപ്പെടെ വീണ വിജയനും ചേർത്ത് 9 പേർക്കാണ് നോട്ടീസ് കൊടുത്തിരിക്കുന്നത്. അതിനകത്ത് വീണ വിജയൻ്റെ കൈപ്പറ്റിയ തുക അത് 1,72,00,000 രൂപ ഉൾപ്പെടെ മൊത്തം 2,78,00,000 രൂപ അവർ കൈപ്പറ്റിയതായിട്ടാണ് വരുന്നത്. അതോടൊപ്പം തന്നെ എംപവർ ഇന്ത്യയുടെ കർത്തായുടെ മറ്റൊരു സ്ഥാപനത്തിൽ നിന്ന് 50 ലക്ഷം രൂപയും അവർ കൈപ്പറ്റിയിട്ടുണ്ട്. ഇത് എന്തു ചെയ്തു എന്നുള്ള പ്രസക്തമായ ചോദ്യം ഇപ്പോഴും നിൽക്കുകയാണ്. അതേപ്പറ്റി അവർക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയില്ല എന്നാണ്. കാരണം അവർക്ക് ഇതേപ്പറ്റി വലിയ ഗ്രാഹ്യമില്ല. അവരുടെ പേരിലാണെങ്കിലും ഗ്രാഹ്യമില്ല. ഇത് നിയന്ത്രിച്ചിരുന്നത് ഒന്നെങ്കിൽ വീണ വിജയൻ്റെ പിതാവ്, അല്ലെന്നുണ്ടെങ്കിൽ അവരുടെ ഭർത്താവ്. ഇവർ 2 പേര് ആരെങ്കിലും ആയിരിക്കും ആ പണം നിയന്ത്രിച്ചിരുന്നത്. കാരണം അവർക്ക് എത്ര പ്രാവശ്യം അവരെ ചോദ്യം ചെയ്താലും ഈ പണം എന്ത് ചെയ്തു, എങ്ങോട്ട് പോയി, എന്തായിരുന്നു ബിസിനസ്, അതിനെപ്പറ്റി തൃപ്തികരമായ ഒരു ഉത്തരവൊന്നും അവർക്ക് കൊടുക്കാൻ കഴിയില്ല. അത് EDക്ക് മനസ്സിലായി. അവരെ തിരുവനന്തപുരത്തെ വാടക വീട്ടിൽ വന്ന് ചോദ്യം ചെയ്തപ്പം 27-ാം തീയതി കഴിഞ്ഞ 27-ന് ചോദ്യം ചെയ്തപ്പോൾ അവർക്കത് കൃത്യമായി. വീണ വിജയന് ഇതിനെ സംബന്ധിച്ച് യാതൊരു ഗ്രാഹ്യമില്ല, എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയില്ല. അതിന് പകരം അവരിപ്പം അടുത്ത പോസ്റ്റിങ്ങിലേക്ക് കഴിഞ്ഞ വെള്ളിയാഴ്ച ഹാജരാകാൻ പറഞ്ഞപ്പോൾ ഹാജരാകാൻ സാധിക്കില്ല, തനിക്ക് സുഖമില്ല എന്ന് പറഞ്ഞ് ആ മറ്റൊരു ഡേറ്റിലേക്ക് മാറ്റി ചോദിച്ചെങ്കിലും ആ സമയത്ത് EDക്ക് ഇവരെ ചോദ്യം ചെയ്ത ശേഷം മാത്രമേ മറ്റുള്ള 8 പേരെ ഈ വിവരത്തെപ്പറ്റി കൺഫ്രണ്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഇവരെ ചോദ്യം ചെയ്യൽ വളരെ എസെൻഷ്യലാണ്. അത് കഴിഞ്ഞിട്ട് മാത്രമേ മറ്റവരെ ആ വിവരത്തെപ്പറ്റി ചോദിക്കാൻ ഒക്കുള്ളൂ. അതുകൊണ്ട് വീണ വിജയൻ്റെ പ്രസൻസ് അനിവാര്യമാണ്. EDയുടെ കേസ് മുന്നോട്ട് പോകുന്നതുകൊണ്ട്. അതുകൊണ്ട് ആദ്യത്തെ പ്രാവശ്യം അവർക്ക് സുഖമില്ല എന്ന് പറഞ്ഞ മതി. കഴിഞ്ഞ അടുത്ത ചൊവ്വാഴ്ചയും അവർ അടുത്ത ബുധനാഴ്ചയും അവർ വന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും വാറണ്ട് ഇഷ്യൂ ചെയ്യാനേ കഴിയുള്ളൂ. മറ്റു മാർഗമില്ല. ഇതിനകത്ത് ഇനി വീണ വിജയൻ EDയുമായിട്ട് സഹകരിക്കുന്നതാണ് നല്ലത്. കാരണം പണം വന്നു എന്ന് റെക്കോർഡായിപ്പോൾ അതിനി മറ്റൊരു രീതിയിലും അത് മാറ്റാനോ എക്സ്പ്ലെയിൻ ചെയ്യാനേ കഴിയില്ല. ആ പണം എന്തിനാണ് ചെലവഴിച്ചത് അത് പറയാൻ അവർ ബാധ്യസ്ഥരാണ്. ആ പണം ആരാണ് കൈകാര്യം ചെയ്തത് എന്ന് EDയുടെ മുമ്പിൽ പറയേണ്ടി വരും. അങ്ങനെ പറയുന്നത് വരുമ്പോൾ അവരുടെ പിതാവോ, അല്ലെന്നുണ്ടെങ്കിൽ അവരുടെ മാതാവോ, അല്ലെന്നുണ്ടെങ്കിൽ അവരുടെ ഭർത്താവോ ഈ പണം എങ്ങോട്ട് പോയി എന്ന്, അല്ല അവരുടെ കൈ കൂടെ ആകാം മറ്റൊരാൾക്കും ആ പണം കൈകൊണ്ട് തുടങ്ങാൻ കഴിയില്ല എന്നാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ട് ഈ 3 പേരിൽ ആരിൽ കൂടിയെങ്കിലും ആയിരിക്കും ആ പണം പോയിരിക്കുന്നത്. ഈ പണം വിദേശത്ത് പോയോ, ഇതിൽ ചില ഭാഗങ്ങൾ വിദേശത്ത് പോയിട്ടുണ്ട് എന്നും ചില വാർത്തകൾ വരുന്നുണ്ട്. അത് ശശിധരൻ കർത്തായുടെ മകൻ ശരൺ കർത്തായുടെ ലാപ്ടോപ്പും മറ്റും പരിശോധിച്ചപ്പോൾ ആ വിവരവും കൂടെ EDക്ക് ലഭിച്ചിട്ടുണ്ട്. EDക്ക് അത് തന്നെ SFI കണ്ടെത്തിയ കുറേ റെക്കോർഡുകളെല്ലാം SFIന് കോടതി കൊടുക്കാൻ അവരുടെ റിക്വസ്റ്റ് അനുസരിച്ച് കൊടുക്കാൻ പറഞ്ഞ് അത് കൈപ്പറ്റുകയും ചെയ്തു. അപ്പോൾ SFIO ഇതിനകത്ത് കമ്പനീസ് ആക്ട് പ്രകാരം അവർ കണ്ടെത്തിയ വിവരങ്ങൾ മുഴുവൻ ഇപ്പോൾ EDയുടെ കൈവശമുണ്ട്. അതുകൊണ്ട് അത് തന്നെയല്ല, മറ്റ് അവരുടെ 27-ാം തീയതിയിലെ സെർച്ചിൽ 242 അക്കൗണ്ടിൽ കൂടി 18 കോടി രൂപയോളം പോയ വിവരങ്ങളും അതിൽ അത്ര ബാലൻസ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്ന അത് ഫ്രീസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ അക്കൗണ്ട് എല്ലാം ഫ്രീസ് ചെയ്ത് കഴിഞ്ഞു. അതിനെ സംബന്ധിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റുകളൊക്കെ അവർക്ക് ആവശ്യത്തിന് കിട്ടി. അത് ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, അത് എന്തിനാണ് വിനിയോഗിച്ചത്. പിന്നെ ഫോറിനിലെ ചില ട്രാൻസാക്ഷൻ ഉണ്ടെന്നാണ് മനസ്സിലാകുന്നത്. അതും വീണ വിജയൻ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വരും. അത് അവർക്ക് സാധിക്കില്ല. അത് തന്നെയല്ല, അവർക്ക് വിദേശത്ത് ഗൾഫ് കൺട്രികളിൽ മറ്റും പല സ്ഥലത്തും അക്കൗണ്ട് ഉണ്ടെന്നും വരുന്നുണ്ട്. ആ അക്കൗണ്ടിൻ്റെ വിവരങ്ങളൊക്കെ അത് എന്തിനാണ് ആ മണി
ട്രാൻസാക്ഷൻ അവിടെ നടത്തിയത്, അവിടെ എന്തെങ്കിലും വസ്തുക്കൾ വാങ്ങിച്ചോ, അവിടെ എന്തെങ്കിലും മറ്റു രാജ്യങ്ങളിലേക്ക് അയച്ചോ, ഇങ്ങനെയുള്ള ധാരാളം പ്രശ്നങ്ങളുണ്ട്. അതൊന്നും ആ കുട്ടിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയുമെന്ന് എനിക്ക് തോന്നണില്ല. അതുകൊണ്ട് ഇനിയുള്ള അവരെ അടുത്ത ചോദ്യം ചെയ്യലിൽ ആ പണം എങ്ങോട്ട് പോയി, ആരാണ് അത് കൈകാര്യം ചെയ്യുന്നുള്ള അവർ ഡിസ്ക്ലോസ് ചെയ്യേണ്ടി വരും. അതോടുകൂടി ഇതിൻ്റെ അന്വേഷണത്തിൻ്റെ മാനം മാറും എന്നാണ് ഞാൻ കരുതുന്നത്.